Hi friends, welcome back to Colors Malan Stitching. അപ്പോൾ ഇന്ന് നമ്മൾ കഴിഞ്ഞ ദിവസം കട്ട് ചെയ്ത് വെച്ച ഈ ഒരു ഡ്രസ്സിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആണ് കാണിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഫ്രണ്ട് പീസിൽ നിന്ന് തന്നെ തുടങ്ങാം. അപ്പോൾ ഫ്രണ്ടിൽ ഞാൻ ഇതുപോലൊരു പ്ലാക്കറ്റ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്ലാക്കറ്റ് വെക്കുന്ന വീഡിയോ മുന്നേ ചാനലിൽ ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് ആവശ്യമുള്ളവർ ആദ്യം ഒന്ന് കണ്ടു നോക്കുക. അപ്പോൾ അതിൻ്റെ ലിങ്ക് ഞാനിവിടെ എൻ്റെ സ്ക്രീനിൽ കൊടുത്തിട്ടേക്കാം. അപ്പോൾ ആദ്യം നമുക്കിതിൻ്റെ ഷോൾഡർ രണ്ടും ഒന്ന് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൻ്റെ നല്ല വശങ്ങൾ രണ്ടും ഒരുമിച്ച് ഇതുപോലെ വെച്ച് കൊടുത്തതിന് ശേഷം നമുക്കിതിൻ്റെ രണ്ട് വശത്തെ ഷോൾഡർ ഒന്ന് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാം. അതിനുശേഷം നമുക്കിതിൻ്റെ നെക്ക് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നെക്ക് സ്റ്റിച്ച് ചെയ്യാൻ ഞാനിവിടെ ക്രോസ് പീസാണ് കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഒരു 3 ക്രോസ് പീസ് കട്ട് ചെയ്തിട്ട് അത് ജോയിൻറ്റ് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ ക്രോസ് പീസിൻ്റെയും ഫ്രണ്ടിൻ്റെയും നല്ല വശങ്ങൾ ഇതുപോലെ ഒരുമിച്ച് വെച്ചിട്ട് ഞാനിവിടെ അത് ജോയിൻറ്റ് ചെയ്ത് കൊടുത്തു. അതിനുശേഷം നമുക്ക് സ്റ്റിച്ചിൽ തട്ടാതെ ഇതുപോലെ ചെറിയ ചെറിയ കട്ടുകൾ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമുക്കിതിനെ ഇതുപോലെ മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ മുഴുവനായിട്ടൊന്ന് റൗണ്ടിൽ സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ നമ്മൾ നെക്ക് ഇവിടെ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ വേസ്റ്റിൻ്റെ അവിടെ ഒരു ഇലാസ്റ്റിക് വെച്ച് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ അതിന് വേണ്ടി ഞാനിവിടെ ഒരു 14 ഇഞ്ചിൽ മാർക്ക് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. അതൊരു സ്കെയിൽ വെച്ചിട്ട് ഇതുപോലെ വരച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അവിടെ നമുക്ക് ഇതുപോലൊരു പീസ് അതിൻ്റെ രണ്ട് വശവും ഞാൻ ഇതുപോലെ ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇതുപോലെ ഒന്ന് ജോയിൻറ്റ് ചെയ്ത് പിടിപ്പിക്കാം. അപ്പോൾ അതുപോലെ തന്നെ ഫ്രണ്ട് പീസിലും ഞാനിവിടെ ഒരു 14 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവിടെ നമുക്കിതുപോലൊരു പീസ് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാം. രണ്ട് വശത്തായിട്ട് നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് അതിന് ശേഷം നമുക്കതിൽ ഇലാസ്റ്റിക് വെച്ച് കൊടുക്കാം. പിന്നെ നമുക്കിതിൽ സ്ലീവ് എങ്ങനെ ചെയ്തെടുക്കുന്നത് നോക്കാം. അപ്പോൾ സ്ലീവിൽ നമ്മൾ ഇലാസ്റ്റിക് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ സ്ലീവിനെ ഞാനിവിടെ ഒരു 14 ഇഞ്ചിൽ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അത് ഞാനിതുപോലെ 14 ഇഞ്ചിൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ വരച്ചു കൊടുത്തു. സ്ലീവിൻ്റെ അറ്റവശം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഇതുപോലൊരു പീസ് രണ്ട് വശവും മടക്കി സ്റ്റിച്ച് ചെയ്ത് ഇതുപോലെ തന്നെ നമുക്കൊന്ന് രണ്ട് വശത്തൊന്ന് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിക്കാം. അപ്പോൾ സ്ലീവിൽ ഞാനിവിടെ ജോയിൻറ്റ് ചെയ്യുകയാണ്. ആദ്യം പീസിൻ്റെ ഒരറ്റവശം ഇതുപോലെ ഒന്ന് ജോയിൻറ്റ് ചെയ്ത് പിടിപ്പിച്ചു. അതിനുശേഷം നമുക്ക് രണ്ടാമത്തെ സൈഡും ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഞാനിവിടെ ഇതുപോലെ ഒരു 1/4 ഇഞ്ചിലുള്ള ഇലാസ്റ്റിക് ഇതുപോലെ ഒരു പിൻ ഉപയോഗിച്ച് കടത്തി വിടുകയാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് രണ്ട് സ്ലീവിലും ഇലാസ്റ്റിക് വെച്ച് കൊടുക്കാം. അപ്പോൾ നമ്മൾ സ്ലീവിന് എത്രയാണോ വിഡ്ത്ത് വേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു അളവിലാണ് ഞാനിവിടെ ഇലാസ്റ്റിക് വെച്ച് കൊടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്കിതുപോലെ ഒന്ന് വലിച്ചു കൊടുത്താൽ ആ ഒരു പ്ലീറ്റ്സ് എല്ലായിടത്തും ഒരുപോലെ നമുക്ക് ആയി കിട്ടും. അപ്പോൾ ഇതുപോലെ തന്നെ ഞാൻ രണ്ട് സ്ലീവിലും എടുത്തിട്ടുണ്ട്. നമുക്ക് ഈ സ്ലീവ് ഒന്ന് ജോയിൻറ്റ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ സ്ലീവ് ജോയിൻറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ഫ്രണ്ടിൽ കുഴിച്ച് കട്ട് ചെയ്ത ഭാഗം വേണം നമ്മൾ സ്ലീവിൻ്റെ ഫ്രണ്ട് കുഴിച്ച് കട്ട് ചെയ്തിട്ട് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ രണ്ട് വശത്ത് ഞാനിവിടെ സ്ലീവ് ജോയിൻറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിൻ്റെ ഷേപ്പ് ഒന്ന് വരച്ചെടുത്തിട്ട് അത് നമുക്ക് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം.
നമ്മൾ സ്ലീവ് മുതൽ ഇതുപോലെ താഴോട്ടേക്ക് മുഴുവനായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാം. അപ്പോൾ അതിന് ശേഷമാണ് ഞാനിവിടെ ഇലാസ്റ്റിക് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇലാസ്റ്റിക് കടത്തി വിടുന്നതിനുള്ള ഗ്യാപ്പ് അവിടെ ഒഴിച്ച് വിട്ടിട്ടാണ് ബാക്കി ഷേപ്പ് അടിച്ചിട്ട് എടുക്കുന്നത്. നമുക്കിതിലൂടെ ഇലാസ്റ്റിക് കടത്തി വിടാം. അപ്പോൾ ഇതുപോലെ ഞാൻ ഒരു വശത്തെ ഇലാസ്റ്റിക് എടുത്തിട്ടുണ്ട്. അതിനുശേഷം നമുക്ക് ആ ഒരു സൈഡിൽ നിന്ന് അപ്പുറത്തെ സൈഡിലേക്ക് തിരിച്ച് ഇലാസ്റ്റിക് വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ആ ഷേപ്പിനനുസരിച്ച് നമുക്ക് എത്രയാണോ വേണ്ടതെന്ന് വെച്ചാൽ ആ ഒരു അളവിൽ നമുക്ക് ഇലാസ്റ്റിക് കട്ട് ചെയ്തിട്ട് എടുത്തിട്ട് നമുക്കത് സ്റ്റിച്ച് ചെയ്തിട്ട് എടുക്കാം. ഇതുപോലെ നമുക്ക് ഇലാസ്റ്റിക് സ്റ്റിച്ച് ചെയ്ത് പിടിപ്പിച്ചതിന് ശേഷം നമുക്ക് ആ ഒരു രണ്ട് സൈഡും ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇലാസ്റ്റിക് വെച്ച് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ആവശ്യത്തിന് അത് ലൂസാക്കണമെന്ന് തോന്നുമ്പോൾ നമുക്ക് ആ ഒരു സ്റ്റിച്ച് കഴിച്ചിട്ട് ഇലാസ്റ്റിക് കുറച്ചുകൂടി ലൂസാക്കിയിട്ട് നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താൽ മതി. നമുക്കിതിൻ്റെ താഴ്വശത്തെ ആ ഒരു ഫ്രില്ല് ചെയ്തിട്ടെടുക്കണം. അപ്പോൾ ഫ്രില്ലിന് ഞാനിവിടെ ആ താഴത്തെ വിഡ്ത്തിനേക്കാളും ഡബിളാണ് ആ ഒരു മെറ്റീരിയൽ എടുത്തിട്ടുള്ളത്. നമുക്ക് ആ ഒരു ഫ്രില്ലിന് എടുത്തിട്ടുള്ള തുണിയുടെ രണ്ട് വശം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്യാം. അപ്പോൾ ഞാനിവിടെ രണ്ട് വശം ഒന്ന് മടക്കി സ്റ്റിച്ച് ചെയ്തിട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ മുകളിൽ വരുന്ന ഭാഗം വളരെ ചെറിയ രീതിയിലാണ് മടക്കി സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. നമുക്കിതിൽ ഫ്രില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ളതുപോലെ ഫ്രില്ല് കൂടുതൽ വേണമെങ്കിൽ നല്ല രീതിയിൽ തന്നെ ഫ്രില്ലിട്ട് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ചെറിയ ചെറിയ ഫ്രിൽസാണ് ഇട്ട് കൊടുക്കുന്നത്. ഇതുപോലെ നമുക്ക് ഫ്രിൽസ് വെച്ച് കൊടുത്തിട്ട് മുഴുവനായിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ ഇതുപോലെ നമുക്ക് ഇതിൻ്റെ റോങ് സൈഡ് നല്ല വശത്ത് വരുന്ന രീതിയിൽ ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് മുഴുവനായിട്ട് നമുക്ക് ഫ്രിൽസ് ഇട്ട് കൊടുക്കാം. അപ്പോൾ ഇതുപോലെ വെച്ച് കൊടുക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഇതിൻ്റെ മുകൾ വശവും മടക്കി സ്റ്റിച്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ നമുക്ക് ആ താഴെയുള്ള റൗണ്ട് മുഴുവനായിട്ടൊന്ന് ഫ്രില്ല് ചെയ്തിട്ടെടുക്കാം. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറന്നു പോകരുത്. അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുകയും കൂടി ചെയ്യാം. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.